നമസ്കാരം, ഞാൻ സെബിൻ. എല്ലാവർക്കും ടെക് ആൻഡ് ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് ഈ ചാനലിലെ. അപ്പൊ നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. പുതുപുത്തൻ ഗാഡ്ജറ്റ്സുകളെയും ഓട്ടോമൊബൈൽസിനെയൊക്കെ പറ്റിയുള്ള റിവ്യൂസും ഡീറ്റെയിലിംഗും ഒക്കെ നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2019 ഷവമി പുറത്തിറക്കിയ ഒരു സൗണ്ട് ബാറിന്റെ അൺബോക്സിംഗും ഡീറ്റെയിലിംഗ് റിവ്യൂസ് ഒക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾ ചാനൽ തുടർച്ചയായിട്ട് കാണുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പുതുപുത്തൻ വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഷവമി സൗണ്ട് ബാറിന്റെ ഡീറ്റെയിലിംഗും അൺബോക്സിംഗും നോക്കാം. ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് നമ്മൾ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഔട്ടർ പാക്കേജ് ആമസോണിലാണ്. അപ്പോൾ നമുക്ക് അത് മാറ്റാം. നമുക്ക് ഇതൊക്കെ മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷവമിയുടെ സൗണ്ട് ബാറിന്റെ പാക്കേജിങ്. ഷവമി കമ്പനി വരുന്ന പാക്കേജിങ്ങിലാണ്. MI സൗണ്ട് ബാർ എന്നുള്ള ബാഡ്ജിനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഒരു ഡീസന്റ് പാക്കേജിങ് ആണ്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു യൂസർ ഗൈഡ് കൊടുക്കുന്നുണ്ട്. വാൾ മൗണ്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അത് നമുക്ക് നോക്കാം. പിന്നെ ഉള്ളത് SPDIF കേബിൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ TV ആയിട്ടുള്ള കണക്ടിവിറ്റിക്കൊക്കെ ഉള്ള SPDIF കേബിളാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നീട് നമ്മുടെ വാൾ മൗണ്ട് ചെയ്യുന്ന സ്ക്രൂസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 സ്ക്രൂസ് വരുന്നുണ്ട്. അത് നോക്കാം. ഇത് നമുക്ക് നമ്മൾ തെർമോകോൾ മാറ്റി നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ MI സൗണ്ട് ബാർ. 32.6 ഇഞ്ചസ് ലെങ്ത് ആണ് വരുന്നത്. അത് അപ്രോക്സിമേറ്റ്ലി ഒരു 83 സെന്റിമീറ്റേഴ്സ് ഒക്കെ വരും. ഒരു 2 കളറിലാണ്, ബ്ലാക്കും വൈറ്റും ആണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ബ്ലാക്ക് ആണ് എടുത്തേക്കുന്നത്. ഒരു നല്ല പ്രീമിയം ലുക്ക് ആണ് നമ്മുടെ സൗണ്ട് ബാർ വന്നിരിക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും കണക്ടിവിറ്റി ഓപ്ഷൻസ് ആണ് നമുക്ക് സൗണ്ട് ബാർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ബ്ലൂടൂത്ത് ഉണ്ട്. ബ്ലൂടൂത്തിന് തന്നെ എനേബിൾ ചെയ്യാൻ സ്വിച്ചും ഉണ്ട്. അതിന്റെ ഇൻഡിക്കേറ്റർ നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ Aux In കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈനിങ് ഉണ്ട്. പിന്നെ SPDIF കണക്ടിവിറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ കണക്ടിവിറ്റി നമുക്ക് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും കണക്ടിവിറ്റീസ് കൊടുക്കുന്നത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നമുക്ക് വോളിയം ഡൗൺ ബട്ടണും ഉണ്ട്, വോളിയം അപ്പ് ബട്ടണും ഉണ്ട്. പിന്നെ നമുക്ക് നോക്കി കഴിയുമ്പോഴത്തേന് ഷവമിയുടെ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് നമ്മുടെ സ്പീക്കേഴ്സിനെ കവർ ചെയ്യാനായിട്ട് ഒരു ഫാബ്രിക് മെറ്റീരിയലാണ് ഷവമി കൊടുത്തേക്കുന്നത്. ഇതിൽ വരുന്നത് 8 സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ആക്ച്വലി അതിൽ 2.5 ഇഞ്ചിന്റെ 2 ബേസ് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ ബേസിന് കുറച്ച് നല്ല രീതിയിൽ സൗണ്ട് ഔട്ട്പുട്ട് വരാനായിട്ട് 2 ട്യൂട്ടേഴ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ബേസ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി 4 പാസീവ് റേഡിയേറ്റേഴ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തം 8 സ്പീക്കേഴ്സ് ആണ് ഇതിൽ വരുന്നത്. കൊള്ളാം. നല്ല ഒരു വെയിറ്റ് എന്ന് പറയാനായിട്ട് വലിയൊരു വെയിറ്റ് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഹാൻഡി ആയിട്ട് തന്നെ കൊണ്ടുനടക്കാം. ഒരു സിംഗിൾ ഒറ്റ കൈ കൊണ്ട് തന്നെ നമുക്ക് ഹാൻഡി ആയിട്ട് കൊണ്ടുനടക്കാവുന്ന രീതിയിലാണ്. വലിയ വെയിറ്റ് ഒന്നും പറയാനിട്ടില്ല. അപ്പോൾ നമുക്കിനി ബാക്കിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ് ഇത്. നമ്മുടെ കമ്പനി തന്നെ നമുക്ക് പാക്കേജിൽ പവർ അഡാപ്റ്റർ നമുക്ക് തരുന്നുണ്ട്. ഷവമിയുടെ തന്നെ AC അഡാപ്റ്ററാണിത്. പിന്നെ വരുന്നത് നമുക്ക് ഒപ്റ്റിക്കൽ കണക്ട് ചെയ്യാനുള്ള നമ്മുടെ പോർട്ടാണ്. പിന്നെ വരുന്നത് നമ്മുടെ SPDIFന്റെ കണക്ഷൻ പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് രണ്ടും വന്നിട്ടുള്ള നമ്മുടെ ലൈനിങ് നമ്മുടെ TVയിലോട്ടാണ്. അതായത് SPDIF സപ്പോർട്ട് ചെയ്യാത്ത നമ്മുടെ പഴയ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ. പിന്നെ വരുന്നത് നമുക്ക് Aux കണക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള Auxന്റെ പോർട്ട് 3.5mm Aux പോർട്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച്, ഇതാണ് നമ്മൾ ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ പറയുന്നത് ഒരു നല്ല ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ്. വെയിറ്റ് കുറവാണെങ്കിലും നല്ല ബിൽഡ് ക്വാളിറ്റി ഷവമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്കിൽ നോക്കി കഴിയുമ്പോൾ ഇത് ഒരു റബ്ബർ ബുഷാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് സിപ്പറി ഒന്നും ആയി പോകാതിരിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു സർഫസിൽ വെച്ച് കഴിഞ്ഞാലും സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ബുഷ് അവിടെ കൊടുക്കുന്നുണ്ട്. സ്റ്റാൻഡ് പോലെ ഒരു ശകലം ഒരു പ്രൊജക്ഷനും ഉണ്ട്. സോ ഒരു ഇച്ചിരി പൊങ്ങി നിന്നോളും. അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വാൾ മൗണ്ട് ചെയ്യാനുള്ള ആ ഹോൾസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഹാൻഡി ആക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് കുറവാണെങ്കിലും പക്ഷെ നല്ല ബിൽഡ് ക്വാളിറ്റി ഷവമി ഇതിന് കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ നമുക്കിനി ഇത് കണക്ട് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങളിലൊക്കെ നോക്കാം. ഓക്കെ, നമ്മൾ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പവർ ഓൺ ചെയ്യാം.
ഇപ്പോൾ നമുക്ക് കിടക്കുന്നത് ഇപ്പോൾ SPDF-ലാണ്. നമുക്ക് ഇൻഡിക്കേറ്റർ കത്തി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്കത് ബ്ലൂടൂത്തിലേക്ക് മാറ്റി നമുക്ക് ബ്ലൂടൂത്ത് പെയർ ചെയ്യാൻ നോക്കാം. Mi Soundbar കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പെയർ ചെയ്യാം. കോണ്ടാക്ട്സ് കൊടുക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് പെയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഡിക്കേഷൻ വന്നു. കിട്ടാം. ഇതൊക്കെയാണ് നമ്മുടെ Mi Soundbarന്റെ ഡീറ്റെയിൽസ്. ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത്, ഒരു റിമോട്ട്, അതായത് നമുക്ക് കുറച്ച് ദൂരെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റിമോട്ട് ആവശ്യമായിരുന്നു എനിക്ക് തോന്നി. അത് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വോളിയം ഇൻഡിക്കേറ്റർ, വോളിയത്തിന്റെ ലെവൽ അറിയാനുള്ള ഇൻഡിക്കേറ്ററും ഇല്ല. അതുകൊണ്ടായിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു. അപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ തുടർന്ന് ഇതുപോലത്തെ വീഡിയോകൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻസും ലഭിക്കും. അപ്പം പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.